എസൽപുരം നെടുമ്പുറം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ തൈപ്പൂയക്കാവടി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. എസൽപുരം നെടുമ്പുറം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ തൈപ്പൂയക്കാവടി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഫെബ്രുവരി 9 തുടങ്ങി 11 അവസാനിക്കും. ഭദ്രദീപ പ്രകാശനം രതീഷ് പാടത്തിൽ നിർവഹിച്ചു. 11 മണിക്ക് കലശപൂജ, വൈകുന്നേരം 7 ദീപാരാധന, കളഭം, വെടിക്കെട്ട്, താലപ്പള്ളി വരവ്, 8 മണി മുതൽ വൈക്കം ശിവഹരി അവതരിപ്പിക്കുന്ന ഹൃദയജപ ലഹരി ഭജൻസ് എന്നിവ നടന്നു. പുണർദം മഹോത്സവമായ 2ാം ദിവസം കാവടി ഘോഷയാത്ര നടക്കും. കനകപ്രഭ മുല്ലശ്ശേരിയിൽ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. കാവടി ഘോഷയാത്രയിൽ കരകാട്ടം, ഗരുഡൻ പയറ്റ്, മയൂര നൃത്തം, ശിവപാർവതി നൃത്തം, തെയ്യം, പാണ്ടിമേളം, ചെണ്ടമേളം, നേർച്ചക്കാവടി എന്നിവ ഉണ്ടാവും. ഫെബ്രുവരി 11 സമാപന ദിവസമായ തൈപ്പൂയക്കാവടി മഹോത്സവം. രാവിലെ 5 കാവടി അഭിഷേകം, ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടക്കും. വൈകിട്ട് 6:30 ദീപാരാധന, കളഭം, വെടിക്കെട്ട്, തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന നൃത്തനാടകം രുദ്രപ്രജാപതി എന്നിവ നടക്കും. ക്ഷേത്രം മേൽശാന്തി സനൽ മഹാദേവമഠം ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. നെടുമ്പുറം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ 2025 തൈപ്പൂയക്കാവടി മഹോത്സവം വളരെ വിപുലമായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ കാവടി മഹോത്സവം ഫെബ്രുവരി 9 അതായത് ഇന്ന് രാവിലെ 7 മണിക്ക് ശ്രീ അജേഷ് പാട്ടത്തിൽ അവർ ഭദ്രദീപ പ്രകാശനം നടത്തിയതോടുകൂടി നമ്മുടെ ക്ഷേത്ര ചടങ്ങുകൾ തുടങ്ങിയായി. ഇന്ന് വൈകുന്നേരം വൈക്കം ഭജൻസിൻ്റെ ഭക്തി ഭജൻസോടുകൂടിയാണ് ഇന്നത്തെ ഉത്സവം സമാപിക്കുന്നത്. നാളെ കാവടി ഉത്സവമാണ്. സുബ്രഹ്മണ്യദേവൻ്റെ ഏറെ പ്രിയപ്പെട്ട കാവടി മഹോത്സവം നമ്മുടെ മുല്ലശ്ശേരി ബസ്തിയുടെ അവിടെ നിന്നും ആരംഭിച്ച ഹൈവേ വഴിയാണ് നമ്മുടെ ഇവിടെ എത്തിച്ചേരുന്നത്. പകൽപൂരത്തിൻ്റെ അകമ്പോടുകൂടിയാണ് കാവടി ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. മറ്റന്നാളാണ് നമ്മുടെ തൈപ്പൂയ മഹോത്സവം ആചരിക്കുന്നത്. തൈപ്പൂയ മഹോത്സവം വിപുലമായ പരിപാടികളോടുകൂടിയാണ് തൈപ്പൂയ മഹോത്സവം. പൂജാ കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓം വജദ്ഭുവേ നമഃ. നെടുമ്പുറം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിൽ നമ്മുടെ കാവടി മഹോത്സവം ഇന്ന് തുടക്കം കുറിക്കുകയുണ്ടായി. ഭക്തവത്സലനും സർവ ആരാധ്യനുമായ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി കുടികൊള്ളുന്ന, നിറഞ്ഞ ചൈതന്യത്തോടുകൂടി കുടികൊള്ളുന്ന ഒരു പുണ്യ സങ്കേതമാണ് നമ്മുടെ ഷൺമുഖ ക്ഷേത്രം. ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ ഈ നാട്ടിലെ എല്ലാ സജ്ജനങ്ങളും ഉത്സവാദി കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ നേടുവാനും എല്ലാവിധ മംഗളങ്ങളും ഈ നാടിനും നാട്ടുകാർക്കുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം.